അശ്ലീല സിനിമകളിലൂടെ പണം സമ്പാദിച്ചെന്ന പരാതിയിൽ നടി ശ്വേതാ മേനോനെതിരെ കേസെടുത്ത് പോലീസ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ഗൂഢ ഉദ്ദേശത്തോടുകൂടി സിനിമകളിലും പരസ്യങ്ങളിലും നഗ്നതാ പ്രദർശനം നടത്തിയെന്നാണ് പരാതി. കൊച്ചി സെൻട്രൽ പോലീസാണ് കേസെടുത്തത്. എറണാകുളം CJM കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, അമ്മ സംഘടനയുടെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഓരോ ദിവസങ്ങളിലും പുതിയ വിവാദങ്ങൾ, കേസുകൾ, പരാതികളൊക്കെ ഉയർന്നു വരുന്നു. ഏറ്റവും ഒടുവിൽ ഈ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്വേതാ മേനോനെതിരെയാണ് പോലീസിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇതിനൊക്കെ പിന്നിൽ ഈ തെരഞ്ഞെടുപ്പുമായി ഏതെങ്കിലും ബന്ധമുണ്ടോ? അമ്മയുടെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധമുണ്ടോ ഡാനി? ടോം, നിലവിലിപ്പോൾ നമുക്ക് മുന്നിലുള്ളത് ശ്വേതാ മേനോനെതിരെ കേസെടുത്തിരിക്കുന്നു. ഇതിൽ അശ്ലീല സിനിമകളിൽ, പരസ്യങ്ങളിൽ ഇതെല്ലാം തന്നെ അഭിനയിക്കുകയും അതോടൊപ്പം തന്നെ അത് ഗൂഢ ലക്ഷ്യത്തോടു കൂടി പ്രചരിപ്പിക്കുകയും പണം സമ്പാദിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് വിവിധ ഈ അശ്ലീല സൈറ്റുകളുണ്ട്, ആ സൈറ്റുകളിലെല്ലാം തന്നെ പ്രചരിപ്പിക്കുകയും ഇതെല്ലാം തന്നെ ചെയ്യുന്നു, അതിലൂടെ പണം സമ്പാദിക്കുന്നു. അങ്ങനെ അത് ചൂണ്ടിക്കാണിച്ച് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇത് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ഇത്രയും ഈ സൈറ്റുകൾക്കെതിരെ അടക്കം നടപടികൾ വന്നിരിക്കുന്ന ഒരു സാഹചര്യങ്ങളും കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ IT ആക്ട് 67 പ്രകാരമാണ് കേസിലേക്ക് കടന്നിരിക്കുന്നത് എന്നതാണ്. ഇത് പോലീസിൽ പരാതി നൽകി നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് പിന്നീട് കോടതിയെ സമീപിക്കുകയും കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. എനിക്കൊപ്പം പരാതിക്കാരൻ മാർട്ടിൻ മോനാച്ചേരി ഉണ്ട്, അദ്ദേഹം കൂടി ചേരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു പരാതിയിലേക്ക് പോകാൻ കാരണം? ഇതൊരു അസാധാരണമായൊരു കാര്യമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നതും കാണുന്നതും. ഇങ്ങനെ ഇതിൽ അഭിനയിക്കുക, ഇത് എന്തുകൊണ്ടാണ് ഇത് കുറ്റകൃത്യങ്ങളുടെ ഇതിൽ അസാധാരണം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിന് ചില മാറുന്ന നിയമവ്യവസ്ഥകൾക്കനുസരിച്ച് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ നിയമവ്യവസ്ഥയിൽ ഇപ്പോൾ വരുന്നുണ്ട്. അതിനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, അതായത് നമ്മുടെ കേന്ദ്ര സർക്കാർ വ്യാപകമായിട്ട് ഇപ്പോൾ ചില സൈറ്റുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ സെൻസർ ചെയ്ത പടങ്ങൾ പോലും വീണ്ടും സെൻസർ ചെയ്യുകയും അല്ലെങ്കിൽ അതിന്മേൽ നടപടി ഉണ്ടായ കേസുകളും നമ്മുടെ മുൻപിലുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ശ്വേതാ മേനോൻ്റെ കേസിൽ ഇപ്പോൾ എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ തന്നെ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ അവർ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതുകൊണ്ടാണ്. അമ്മ പ്രസിഡന്റ് സ്ഥാനത്ത് ഒരിക്കലുമല്ല. മാർച്ച് മാസത്തിലാണ് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതി നൽകുന്നത്. മാർച്ച് മാസത്തിൽ ഞാൻ സെൻട്രൽ സ്റ്റേഷനിൽ പരാതി നൽകിയിട്ട് അതിന്മേൽ നടപടി ഉണ്ടാവാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും കമ്മീഷണർക്ക് ഞാൻ പരാതി കൊടുത്തിരുന്നു. അതിന്മേൽ നടപടി ഉണ്ടാവാത്തതുകൊണ്ടാണ് ഞാൻ CJM കോടതിയിൽ ഞാൻ ഈ ബന്ധപ്പെട്ട പരാതി നൽകിയത്. തീർച്ചയായിട്ടും അതിൻ്റെ പ്രൂഫും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആ പ്രൂഫൊക്കെ നിങ്ങൾക്ക് ഇട്ടുതരാം. അതുപോലെ തന്നെ ഇപ്പം ഇത്തരം വിവാദമാകാൻ കാരണം എനിക്ക് തോന്നുന്നു ഇവരിപ്പോൾ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ്. ഇനി ആണെങ്കിൽ പോലും അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇവർ മത്സരിക്കുമ്പോൾ ഇപ്പോൾ ഇതിന് മുൻപുണ്ടായിരുന്ന ഇപ്പം മോഹൻലാൽ, അതുപോലെ തന്നെ ഈ ഇന്നസെൻ്റ്, ഇവരൊന്നും അത്തരത്തിലുള്ളൊരു വിവാദങ്ങൾ പെടാത്ത ആളുകളാണ്. അപ്പോൾ ഇങ്ങനെയൊരു പൊസിഷനിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ മാറുന്ന നിയമവ്യവസ്ഥകൾക്കനുസരിച്ച് ശ്വേതാ മേനോൻ പോലുള്ള ആളുകൾ ഈ ഒരു തലപ്പത്തേക്ക് വരുന്നതിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ അഭിമതം. അവരെ പണം വാങ്ങി സിനിമയിൽ അഭിനയിച്ചു, അതൊരു തൊഴിലിടം എന്ന രീതിയിലെല്ലാം തന്നെ അവർ അതിനെ പറയുകയെല്ലാം ചെയ്യും. അത് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം, കലാപ്രകടനം, ഇതെല്ലാം തന്നെ പറയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇത് നാളിത്രയും കഴിഞ്ഞിട്ട് പരാതി കൊടുക്കുക, കാരണം നേരത്തെ അഭിനയിച്ച കാര്യങ്ങളാണ്, ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ പരാതി നൽകാൻ എന്തിത്ര വൈകി എന്നതെല്ലാം തന്നെ ഉയരുന്നൊരു ന്യായമായ ചോദ്യമല്ലേ? അതാണ് ഞാൻ മുമ്പേ അത് കൂട്ടിയത് ഞാൻ സംസാരിച്ചത്. അതായത് അന്നുള്ള നിയമവ്യവസ്ഥകളല്ല ഇപ്പം വന്നിരിക്കുന്നത്. ആ നിയമവ്യവസ്ഥകളിൽ അല്ലെങ്കിൽ നിയമങ്ങൾ നമ്മൾ ഓരോ ദിവസം ഇപ്പം നിയമങ്ങൾ മാറി. ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമുകളിൽ ഇറങ്ങുന്ന പടങ്ങൾ പോലും ഇപ്പം കേന്ദ്ര സർക്കാർ ഒരുപാട് OTT പ്ലാറ്റ്ഫോമിലുള്ള വെബ് സീരീസുകളെല്ലാം തന്നെ ബാൻ ചെയ്തിട്ടുണ്ട്. അതിന് ശക്തമായ നടപടിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പം പല രീതിയിലുള്ള അരാജകത്വങ്ങളും മറ്റു കാര്യങ്ങളും. അപ്പം നമ്മുടെ യുവജനങ്ങൾക്ക് മാതൃകയാവേണ്ട ഇവരെ പോലുള്ള ആളുകൾ അത് മാതൃകയാവേണ്ടത് തന്നെയാണ്. അഭിനയിച്ച ചിത്രങ്ങൾ അങ്ങനെയൊക്കെ അതിനെ പറയാവുന്നതല്ലേ അവർക്ക്? അതിന് പറയാവുന്നതാണ്. പക്ഷേ ഞാൻ ഈ പരാതിയിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളില്ല. ഇപ്പം ഇതിനകത്ത് ഞാൻ കൊടുത്തിരിക്കുന്നതിൽ ഈ ലിങ്കുകളും ഇത് ബഹുമാനപ്പെട്ട കോടതിയെ ഞാൻ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട കോടതിക്ക് കൊടുത്തിരിക്കുന്നത് ഞാനത് കൃത്യമായിട്ട് അത് അഡ്വക്കേറ്റ് മുജീബ് മുഖേന ഞാനത് കൊടുത്തിരിക്കുന്നതും അത് വളരെ കൃത്യമായിട്ട് ഞാനത് കൺവിൻസ് ചെയ്തിരിക്കുന്നതുമാണ്. അപ്പോൾ ആ കോടതിക്ക് അത് കൃത്യമായി ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് FIR ഇടാൻ പറഞ്ഞിരിക്കുന്നത്. നിയമം വന്നതിന്
അതിനുശേഷവും ഇത്തരം സൈറ്റുകളിൽ ഈ സിനിമ തീർച്ചയായിട്ടും, കാരണം അവർ തന്നെ വളരെ കൃത്യമായിട്ട് എനിക്ക് ഈ സെക്സ്വൽ എക്സ്പ്ലിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇനിയും പൈസ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യും എന്ന് പറയുന്നത് അത് അവർ അപ്പോൾ ശരിക്കും പണം കൊടുത്ത് അവർ സെക്സ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത് ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ ഇപ്പം നമ്മുടെ നിയമം ഇപ്പം ഞാനും ഒരു പെണ്ണും പോയി ലോഡ്ജിൽ മുറിയെടുക്കുന്നതോ അല്ലെങ്കിൽ ഞങ്ങൾ പോയി സെക്സിൽ ഏർപ്പെടുന്നതോ തെറ്റില്ല. മറിച്ച് ഞാനവിടെ പണം കൊടുത്താണ് അത് ചെയ്യുന്നതെങ്കിൽ അത് നിയമപരമായിട്ട് തെറ്റാണ് എന്ന് പറയുന്നത് പോലെയാണ് ഈ സംഭവിച്ചിരിക്കുന്നത് തന്നെ. ഈ പരാതിയിൽ ഉറച്ചു നടപടികളുമായി മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും അമ്മ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നൊരു പരാതിയല്ല എന്നൊരിക്കൽ കൂടി അത് ഒരിക്കൽ കൂടി താങ്കളോട് ഞാനത് പറയുന്നു. കാരണം എന്ന് വെച്ചാൽ ഇത് മാർച്ച് മാസത്തിൽ കൊടുത്ത പരാതിയാണ്. ഈ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്ന് ഇവരിപ്പം ഒരാഴ്ച അല്ലെങ്കിൽ 1.5 ആഴ്ചയായുള്ളൂ അവർ ഈ ഒരു പദവിയിലേക്ക് അവർ കയറാനായിട്ട് വന്നു. അതിനു മുൻപല്ലല്ലോ. സംശയം കൂടി ചോദിക്കണം. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ നടിക്കെതിരെ പരാതി വന്നിരിക്കുന്നു. അപ്പോൾ ഈ സമാനമായ ഒരു സാഹചര്യങ്ങളിൽ ഇപ്പോൾ പലരും തന്നെ അഭിനയിച്ചിട്ടുണ്ടാകാം. അങ്ങനെ ഇനിയും പരാതി നൽകാനുള്ള ഒരു സജീവ സാധ്യത ഉണ്ടെങ്കിൽ ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ ഐക്യദാർഢ്യ പ്രകാരം കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ടോം, അദ്ദേഹം പറയുന്നത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നു. കാരണം ഇത് നേരത്തെ നൽകിയ പരാതിയാണ്. ഇപ്പോൾ പറയുന്ന ഈ അമ്മ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്നിട്ടുള്ള ഒരു പരാതിയെ അല്ല, കഴിഞ്ഞ മാർച്ചിലടക്കം ഈ നടപടികളുമായി മുന്നോട്ട് പോയതാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. നേരത്തെ പോലീസ് അധികാരികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതി നൽകിയിട്ടും അതിൻ്റെ ഒരു തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല. തുടർന്ന് കോടതിയെ സമീപിക്കുകയും ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നു. കാരണം ഈ നിയമം, പുതിയ നിയമങ്ങൾ, അതിൽ ഭേദഗതികൾ വന്നതിന് ശേഷം ഇത്തരം IT ആക്ട് അടക്കമുള്ള കാര്യങ്ങൾ ശക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ അതിനുശേഷം ഈ രീതിയിൽ ഈ പരാതിക്കാരൻ ആരോപിക്കുന്നത് പോലെ, മാർട്ടിൻ ആരോപിക്കുന്നത് പോലെ ഇത്തരം സൈറ്റുകളിലെല്ലാം തന്നെ ഈ ദൃശ്യങ്ങൾ വരികയും കാര്യങ്ങളുമെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അത് ഗൂഢ ലക്ഷ്യത്തോടു കൂടിയുള്ളതാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് പ്രകാരം IT ആക്ട് പ്രകാരമാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. കോടതിയിലേക്ക് പോകും. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയും ചെയ്യുന്നത്. ഇത് ഇപ്പോൾ ഈ അമ്മ തെരഞ്ഞെടുപ്പുമായി അതിനെ കൂട്ടി വായിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ടോം, വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഡാനി, മറ്റൊരു കാര്യം കൂടി, ഈ അമ്മ തെരഞ്ഞെടുപ്പുമായി ഇതിന് ബന്ധമില്ലെന്ന് പറയുന്നു. പക്ഷെ നേരത്തെ ഈ കുക്കു പരമേശ്വരൻ്റെ ഈ CD വിവാദവുമായി ബന്ധപ്പെട്ട്, പെൻഡ്രൈവ് വിവാദവുമായി ബന്ധപ്പെട്ടൊക്കെ ഈ അമ്മ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം വിവാദങ്ങളൊക്കെ ഉയർന്നു വരുന്നത്. ഇവിടെയും അങ്ങനെ സംശയിക്കണോ? ഈ മാർട്ടിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ? ആവർത്തിച്ചുള്ള നമ്മുടെ ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന ഒരു കൃത്യമായൊരു വിശദീകരണം എന്ന് പറയുന്നത്, ഇത് നാളുകൾക്ക് മുൻപേ നൽകിയ പരാതിയാണ്. അത് സംബന്ധിച്ച എല്ലാ രേഖകളും തൻ്റെ കയ്യിലുണ്ട്. അത് പരാതി നൽകിയതും കമ്മീഷണർക്കും മറ്റു മേധാവികൾക്കുമാണ്. അത് കൃത്യമായ രീതിയിൽ തന്നെ ആ പരാതിയിൽ ആ തീയതി അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് അമ്മ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന കാര്യമേ മുന്നിലില്ലായിരുന്നു. ഇതിപ്പോൾ സംഭവിക്കുന്നത് ഈ സമയത്തായി പോയി എന്നതുകൊണ്ട് മാത്രമാണ് ഇതുമായി ചേർത്ത് വായിക്കുന്നത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു തരത്തിലും ഇതിന് ബന്ധമില്ല എന്ന് പറയുന്നത് അദ്ദേഹം നൽകിയ ആ ഒരു വിശദീകരണങ്ങൾ വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു